സിറോ മലബാർ സഭ കുർബാന തർക്കത്തിന് സമവായത്തിലൂടെ പരിഹാരം. സഭാ നേതൃത്വവുമായി അൽമായ മുന്നേറ്റ സമിതി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ജനാഭിമുഖ കുർബാന സിനഡ് കുർബാനയ്ക്കൊപ്പം തുടരാമെന്ന് അൽമായ മുന്നേറ്റ സമിതി അറിയിച്ചു. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, വിശദാംശങ്ങൾ. രോഹിണി, ഇന്നലെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും ചേർന്ന് ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഇത് സഭാ നേതൃത്വവും വിമത വിഭാഗവും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയത്. ഈ സർക്കുലറിൽ ഞായറാഴ്ചയും പ്രധാന ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും പള്ളികളിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇതനുസരിച്ച് അതോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോയും ബിഷപ്പിന്റേതായ രീതിയിൽ പുറത്തു വന്നിരുന്നു. ആ വീഡിയോ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ അൽമായ മുന്നേറ്റം ഇന്ന് വീണ്ടും സഭാ നേതൃത്വവുമായി ചർച്ച നടത്തി. അതിനുശേഷം നേരത്തെ പുറപ്പെടുവിച്ച സർക്കുലറിലെ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിക്കുന്നതായി അൽമായ മുന്നേറ്റം അറിയിച്ചു. അതായത് ജനാഭിമുഖ കുർബാന സിനഡ് കുർബാനയ്ക്കൊപ്പം തുടരാമെന്ന ഒരു ഇളവും കൂടിയാണ് സഭയുടെ ഭാഗത്തു നിന്ന് വന്നത്. അതനുസരിച്ച് നാളെ ഉപാധികളോടെ പള്ളിയിൽ സിനഡ് കുർബാന ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ബിഷപ്പ് പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ വൈദികർക്കെതിരെ ജനാഭിമുഖ ഏകീകൃത കുർബാന ചെല്ലാത്ത വൈദികർക്കെതിരെ നടപടിയെടുക്കുമെന്നൊരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ആ നിർദ്ദേശം ഉൾപ്പെട്ട വീഡിയോ പിൻവലിക്കണമെന്നാണ് അൽമായ മുന്നേറ്റം ഇന്ന് പ്രധാനമായും ആവശ്യപ്പെട്ടത്. എന്നാൽ അത് ഒരു അബദ്ധമായി സംഭവിച്ചതാണ്. അത് നേരത്തെ ഇറക്കിയ ഒരു വീഡിയോ ആയിരുന്നു. അതുമായി ഇപ്പോഴത്തെ നിലപാടിന് യാതൊരു ബന്ധവുമില്ല എന്ന് മേജർ ആർച്ച് ബിഷപ്പ് അംഗീകരിക്കുകയും കൂടി ചെയ്തതോടെയാണ് സമവായത്തിലേക്ക് അൽമായ മുന്നേറ്റം കടക്കുന്നത്. അതനുസരിച്ച് ഞായറാഴ്ചകളിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിലും പള്ളികളിൽ ഒരു ഏകീകൃത കുർബാന ചെയ്യാൻ സൗകര്യമുണ്ടാക്കും. ഏത് പള്ളിയാണെന്നുള്ളത് ഓരോ ഇടവകയ്ക്കും തീരുമാനിക്കാം. ഇടവക തീരുമാനിക്കുന്ന ആ ഒരു പള്ളിയിലായിരിക്കും ഇത്തരത്തിൽ ഏകീകൃത കുർബാന നടപ്പാക്കുക. അതുകൂടാതെ ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തന്നെ സിനഡിന് മുമ്പ് കാനോനിക സമിതികളുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമേ ആരാധനാക്രമം സംബന്ധിച്ച് എന്ത് മാറ്റം വരുത്താനാവൂ എന്നും ബിഷപ്പ് ഉറപ്പ് നൽകിയതായി അൽമായ മുന്നേറ്റം പറയുന്നുണ്ട്. ഒപ്പം തന്നെ നാളെ പള്ളികളിൽ ഒരു ഏകീകൃത കുർബാന ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കുർബാന ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.